പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ പിന്തുടർന്ന് കൊല്ലുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരാളെപ്പോലും വെറുതെ വിടില്ല. കൃത്യമായ മറുപടിയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത്. എന്തിനു വേണ്ടിയാണെന്നല്ലേ? ഇന്ത്യക്കാരുടെ ചോരയെടുത്ത ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന ആ വാക്കിൽ ഉറച്ച ഒരു ബോധ്യമുണ്ട്. അതെന്താണെന്നാണ് പുതിയ ഇന്ത്യയുടെ ബോധ്യം ഇന്ത്യ എന്നും ഇന്ത്യക്കാർക്ക് വില നൽകും എന്നുള്ളതാണ്. ഒരിക്കലും ഒരാളുടെ ജീവനെങ്കിലും എടുത്താൽ അതിന് കൃത്യമായ പ്രതികാരം ഇന്ത്യ ചെയ്തിരിക്കും. അങ്ങനെ ഒരു ഇന്ത്യയുടെ കാലമാണിത്. മോദിയുടെ ഇന്ത്യ, രാജ്നാഥ് സിംഗിൻ്റെ ഇന്ത്യ, അജിത് ദോവലിൻ്റെ ഇന്ത്യ, അമിത്ഷായുടെ ഇന്ത്യ. ആ ഇന്ത്യക്ക് കരുത്തുണ്ട്, കൃത്യമായ തീരുമാനങ്ങളുണ്ട്, നടപ്പിലാക്കാനുള്ള ശേഷിയുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് ഒരു പൂർവ്വ ചരിത്രം ഓർമ്മിക്കാൻ കൂടിയുണ്ട്. എന്താണ് ആ ചരിത്രമെന്നല്ലേ? 1972 ചരിത്രമാണ്. ആ ചരിത്രം ഇന്ത്യയുടേതല്ല നിലവിൽ, പക്ഷേ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലുമായിട്ടാണ്. മൊസാദിൻ്റെ ഓപ്പറേഷനുകളെ ഒന്ന് നമുക്ക് ഓർമ്മിക്കാം. ആ രീതിയിലേക്കാണ് ഇന്ത്യ ഇന്ന് പോകുന്നത്. മ്യൂണിക് റിവെഞ്ച് ഓപ്പറേഷൻ എന്നാണ് അതിനെ പറയുന്നത്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന ബ്ലാക്ക് സെപ്റ്റംബർ, അവരുടെ മറ്റൊരു സംഘടനയാണ് ബ്ലാക്ക് സെപ്റ്റംബർ. ആ ബ്ലാക്ക് സെപ്റ്റംബറിൻ്റെ ഒരു ആക്രമണം നടന്നിരുന്നു. അതായത് ജർമ്മനിയുടെ മ്യൂണിക് എന്ന് പറയുന്ന സ്ഥലത്ത് 1972 സമ്മർ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി ഇസ്രയേലിൽ നിന്ന് എത്തിയ അത്ലറ്റുകളും അവരുടെ കായിക താരങ്ങളെയും എല്ലാം ഹോസ്റ്റേജുകളാക്കി, അതായത് തടവായി മീൻസ് അവരെ പിടിച്ചു വെച്ച് ബന്ദികളാക്കി വെച്ചുകൊണ്ട് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നടത്തിയ ആക്രമണം, അതിലെ ആ താരങ്ങളെ പലരെയും വെടിവെക്കുകയും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്ത ശേഷം അവസാനം കൊലപ്പെടുത്തുകയായിരുന്നു ബ്ലാക്ക് സെപ്റ്റംബർ ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ബ്ലാക്ക് സെപ്റ്റംബറിലെ അംഗങ്ങളുണ്ടായിരുന്നു, തീവ്രവാദികളുണ്ടായിരുന്നു. ഈ തീവ്രവാദികളെ വധിക്കാനായി ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനാണ് വ്രാത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്ന ആ ഓപ്പറേഷനിൽ കൃത്യമായ മറുപടി കൊടുത്തു. എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നല്ലേ? അതിനെപ്പറ്റി ഒരു ചലച്ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് മ്യൂണിക് എന്നാണ്. അത് തീവ്രവാദികൾ, അതായത് ഈ ബ്ലാക്ക് സെപ്റ്റംബർ നടത്തിയ ഈ തീവ്രവാദ പ്രവർത്തനത്തിന് എങ്ങനെ മറുപടി കൊടുക്കും എന്നുള്ളത് അവിടുത്തെ പ്രധാനമന്ത്രി തീരുമാനിച്ചു. ആ തീരുമാനം ഇങ്ങനെയായിരുന്നു: ഒരാൾ പോലും ഇനി ജീവിച്ചിരിക്കില്ല, ആ തീവ്രവാദികളിൽ ഒരാൾ പോലും ഇനി ഭൂമിയിൽ വേണ്ട. അതായിരുന്നു ആ തീരുമാനം. അതിനായി മൊസാദ് ഒരു കൃത്യമായ സംഘത്തെ രൂപീകരിച്ചു. ആ സംഘത്തോട് ആവശ്യപ്പെട്ടു, എവിടെ വരെ പോയാലും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പോകാം, എവിടെ പോയിട്ടായാലും ഈ ആക്രമണം നടത്തിയ മുഴുവൻ പേരെയും കൊന്നിരിക്കണമെന്ന്. ഓരോ രീതിയിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറി മറഞ്ഞ ബ്ലാക്ക് സെപ്റ്റംബറിലെ അംഗങ്ങളെ ഒന്നൊന്നായി പിന്തുടർന്ന് മൊസാദ് കൊലപ്പെടുത്തി. അത് ഓരോന്നും ഓരോ രീതിയിലായിരുന്നു. കാർ ബോംബ് വെച്ച്, ടെലഫോണിൽ ബോംബ് വെച്ച്, വെടിവെച്ച്, വളരെ ക്ലോസ് റേഞ്ചിൽ ചെന്ന് പോയവരെയെല്ലാം പിന്തുടർന്നു. അവർ രഹസ്യ സങ്കേതങ്ങളിൽ അല്ലെങ്കിൽ ഹൈഡ് ഔട്ടുകളിലൊക്കെ പോയി താമസിച്ച ഓരോരുത്തരെയും കൊന്നുകളയാനായി മൊസാദിന് ഒരു മടിയുമില്ലായിരുന്നു. കാരണം ഇത് ഇസ്രയേലിൻ്റെ ജനതയുടെ മേൽ, അവരുടെ ആരാധകർ നിരവധിയുള്ള അവരുടെ കായിക താരങ്ങൾക്ക് മേൽ, അവിടുത്തെ സ്വാഭിമാനത്തിന് മേൽ, അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ, പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റം നടത്തിയ കൊലപാതകങ്ങളാണത് ആ രാജ്യത്തിന്. അതായത് ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അറിയാൻ കഴിയും ഈ എങ്ങനെയാണ് ഇസ്രയേൽ അവരുടെ ജനതയെ കാണുന്നത് എന്നുള്ളത്. എപ്പോഴും നമ്മൾ ഏറ്റവും വിലമതിക്കുന്നത് അവരുടെ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിലാണ്. ഇസ്രയേലികൾക്ക് അറിയാം, ഒരു ഇസ്രയേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രം സംരക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ പൗരനെയും അവർ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കും. അവരൊരിക്കലും ഒരു ഘട്ടത്തിൽ പോലും അവരുടെ പൗരന്മാരെ വിട്ടുകളയില്ല. അതായത് ഗോൾഡ മെയർ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ അയൺ ലേഡി എന്നറിയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മുൻ പ്രധാനമന്ത്രി. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: യു കനോട്ട് നെഗോഷിയേറ്റ് പീസ് വിത്ത് സമ്മൺ ഹൂ ഹാസ് കം ടു കിൽ യു എന്നാണ് അവരുടെ ഒരു കോട്ട്, പ്രസിദ്ധമായ കോട്ടാണ്. ഗോൾഡ മെയർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരിക്കലും ഒരാളോട് ഒരു പീസ് ടോക്ക്, ഒരു പീസ് നെഗോസിയേഷൻ
അതായത് സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ച സാധിക്കില്ല. ആരോടാണ് ആ വ്യക്തി? നിങ്ങളെ കൊല്ലാൻ വരുന്നവരോട് ഒരിക്കലും നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ ചർച്ച നടത്താൻ കഴിയില്ല എന്നാണ് ഗോൾഡ് മെയർ പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യം അതിനെ ആപ്തവാക്യമായി സ്വീകരിച്ചാണ് ഇസ്രയേൽ എല്ലാ കാലത്തും അവരുടെ ശത്രുക്കളെ നേരിട്ടുള്ളത്. കാരണം നിങ്ങളെ കൊല്ലാൻ വരുന്ന ശത്രു എങ്ങനെയാണ് അയാളുമായി നിങ്ങൾക്ക് സമാധാനം സംസാരിക്കാൻ കഴിയുക? അതുകൊണ്ട് കൊല്ലാൻ വരുന്നവനോട്, വെട്ടാൻ വരുന്ന, നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രയോഗമാണ്, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല. വെട്ടാൻ വരുന്ന പോത്തിനെ വെട്ടിക്കൊല്ലുക ഒന്നുകിൽ, അല്ലെങ്കിൽ അതിന് മുൻപിൽ നിന്ന് പിന്മാറുക. അതിനെ വെടിവെച്ച് കൊല്ലാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇല്ലാത്തടത്തോളം കാലം അതിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അന്ന് ബ്ലാക്ക് സെപ്റ്റംബറിനെ ആക്രമിക്കാൻ അവരെടുത്ത തീരുമാനം ഇതാണ്. ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കൊല്ലാൻ വരുന്നവരോട് സന്ധി ചെയ്യാനായി, ഇല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്താനായി യാതൊരു സ്കോപ്പുമില്ല. ഇന്ത്യ ഇന്ന് ഭീകരവാദികളോട് എടുക്കുന്ന ഒറ്റ നിലപാടതാണ്. ഒരു ഭീകരവാദിയും ഒരാളെ പോലും അവിടെ വെറുതെ വിട്ടില്ല. പരമാവധി ആൾക്കാരെ പഹൽഗാമിൽ കൊന്നിട്ട് അവർ തിരിച്ചുപോയി. അങ്ങനെ വരുന്ന തീവ്രവാദികളോട് സംസാരിക്കാനോ ഒരു ചർച്ചയ്ക്കോ യാതൊരു സാധ്യതയുമില്ല. ഭീകരവാദിയെ കണ്ടാൽ കൊല്ലുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഇനിയുള്ള പോംവഴി. ഇസ്രയേൽ 1972 സ്വീകരിച്ച അതേ നയം ഇന്ത്യ ഇന്ന് സ്വീകരിക്കുന്നു. മുംബൈ ആക്രമണത്തിൻ്റെ സമയത്ത്, 26/11 സമയത്ത് മടിച്ചു നിന്ന ഇന്ത്യ അല്ല ഇന്നുള്ളത്. പാർലമെൻറ്റ് ആക്രമിക്കുമ്പോൾ ഭയന്നിരുന്ന ഇന്ത്യ അല്ല ഇന്നുള്ളത്. ഇന്നുള്ള ഇന്ത്യ കൃത്യമായി തേടിപ്പിടിച്ച് ഓരോ ഭീകരനെയായി ഒന്നൊന്നായി കൊന്നിരിക്കുമെന്നുള്ളത് ഉറപ്പു നൽകുകയാണ് നമ്മളുടെ പ്രതിരോധ മന്ത്രി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരന് ഉറച്ച മനസ്സോടുകൂടി, സ്വാഭിമാനത്തോടുകൂടി, സ്വാതന്ത്ര്യത്തോടുകൂടി, ധൈര്യത്തോടുകൂടി ഇനിയും കാശ്മീരിലേക്ക് പോകാൻ കഴിയും. ഇനിയും നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. കാശ്മീർ എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അവകാശപ്പെട്ട മണ്ണാണ്. അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കേരളീയന് കേരളം എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ ഓരോ കേരളീയനും, ഓരോ ഇന്ത്യക്കാരനും, ഓരോ തമിഴനും, ഓരോ തെലുങ്കനും, ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ നാട് പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് കാശ്മീരും. ഇത് എല്ലാം നമുക്ക് ഇവിടെയുള്ള മുഴുവൻ ഇന്ത്യക്കാർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഭൂമിയാണ്. ഈ ഭൂമി സ്വതന്ത്രമായും സ്വസ്ഥമായും നമുക്ക് സഞ്ചരിക്കാനുള്ളതാണ്. അതുകൊണ്ട് മ്യൂണിക് ഒളിമ്പിക്സിൽ ഭീകരർ നടത്തിയ ആക്രമണത്തെ എപ്രകാരം മൊസാദ് നേരിട്ടോ അതേ രീതിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്നു എന്ന സൂചന രാജ്നാഥ് സിംഗ് നൽകുകയാണ്. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. പാകിസ്ഥാനും ഭീകരർക്കും അജ്ഞാതരുടെ വെടിയേൽക്കാൻ തയ്യാറായി നെറ്റിയും കൊണ്ട് നിന്നോളൂ എന്നാണ് ഭീകരരോട് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത്രമാത്രമേ ഉള്ളൂ. നമുക്ക് ഭീകരതയോട് സന്ധിയില്ല എന്നുള്ളത് ഏറ്റവും വ്യക്തമാക്കുന്ന കാര്യം ഇന്ത്യ അതാണ്. മ്യൂണിക് ഒളിമ്പിക്സിൽ പല രാജ്യങ്ങളിലാണ് ഈ ഭീകരർ അവിടെ ഭീകരാക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെട്ടു പോയത്. പല രാജ്യങ്ങളിൽ ഒരിക്കലും പ്രവചിക്കാനോ കണ്ടുപിടിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വരെ ഇവർ പോയി ഒളിച്ചു. അവിടെയെല്ലാം കാലങ്ങളെടുത്ത്, വർഷങ്ങളെടുത്ത്, എത്രയോ വർഷങ്ങൾ, 10, 20, 25 വർഷങ്ങളോളം പലപ്പോഴും എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രയും കാലമെടുത്തിട്ടായാലും പോയി കണ്ടുപിടിച്ച് സമയമെടുത്ത് പോയി ആക്രമണം നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു മൊസാദ് ചെയ്തത്. ആ രീതി ഇന്ത്യ പിന്തുടരും. ഒരു ഭീകരനും ഇനി ഇന്ത്യക്ക് മേൽ ആക്രമണം നടത്താൻ, ഇന്ത്യയിലെ ഒരു പൗരൻ്റെ രോമത്തിൽ പോലും തൊടാനുള്ള ധൈര്യമുണ്ടാകരുത് എന്ന പാഠം നൽകാനാണ് ഇന്ത്യ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നത്.